അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മിഷ്കാത്ത് പഠിതാക്കളെ, നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 8-ാമത്തെ ആയത്ത് മുതൽ 15 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം പാരായണം ചെയ്ത് എൻ്റെ അർത്ഥവും പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅന്നാ ലമസ്നസ് സമാഅ ഫവജദ്നാഹാ മുലിയത് ഹറസൻ ശദീദൻ വശുഹബാ. ഞങ്ങൾ ആകാശത്തെ സ്പർശിച്ചു നോക്കി, അപ്പോൾ അത് ശക്തിമത്തായ പാറാവുകാരാലും തീജ്വാലകളാലും നിറയ്ക്കപ്പെട്ടതായി ഞങ്ങൾ കണ്ടെത്തി എന്നും അവർ പറഞ്ഞു. وَأَنَّا كُنَّا نَقْعُدُ مِنْهَا مَقَاعِدَ لِلسَّمْعِ فَمَنْ يَسْتَمِعِ الْآنَ يَجِدْ لَهُ شِهَابًا رَصَدًا. ആകാശത്തിലെ ചില ഇരിപ്പിടങ്ങളിൽ ഞങ്ങൾ കേൾക്കാൻ വേണ്ടി ഇരിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആരെങ്കിലും ശ്രദ്ധിച്ചു കേൾക്കുകയാണെങ്കിൽ കാത്തിരിക്കുന്ന അഗ്നിജ്വാലയെ അവന് കണ്ടെത്താനാവും. وَأَنَّا لَا نَدْرِي أَشَرٌّ أُرِيدَ بِمَنْ فِي الْأَرْضِ أَمْ أَرَادَ بِهِمْ رَبُّهُمْ رَشَدًا. ഭൂമിയിലുള്ളവരുടെ കാര്യത്തിൽ തിന്മയാണോ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്, അതല്ല അവരുടെ രക്ഷിതാവ് അവരെ നേർവഴിയിലാക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണോ എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. وَأَنَّا مِنَّا الصَّالِحُونَ وَمِنَّا دُونَ ذَلِكَ كُنَّا طَرَائِقَ قِدَدًا. ഞങ്ങളാകട്ടെ ഞങ്ങളുടെ കൂട്ടത്തിൽ സദ്വൃത്തന്മാരുണ്ട്, അതിൽ താഴെയുള്ളവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഞങ്ങൾ വിഭിന്ന മാർഗങ്ങളായി തീർന്നിരിക്കുന്നു. وَأَنَّا ظَنَنَّا أَن لَّن نُّعْجِزَ اللَّهَ فِي الْأَرْضِ وَلَن نُّعْجِزَهُ هَرَبًا. ഭൂമിയിൽ വച്ച് അല്ലാഹുവെ ഞങ്ങൾക്ക് തോൽപ്പിക്കാനാവില്ല എന്നും ഓടി മാറിക്കളഞ്ഞിട്ട് അവനെ തോൽപ്പിക്കാനാവില്ലെന്നും ഞങ്ങൾ ധരിച്ചിരിക്കുന്നു. وَأَنَّا لَمَّا سَمِعْنَا الْهُدَىٰ آمَنَّا بِهِ فَمَن يُؤْمِن بِرَبِّهِ فَلَا يَخَافُ بَخْسًا وَلَا رَهَقًا. സന്മാർഗം കേട്ടപ്പോൾ ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു. അപ്പോൾ ഏതൊരുത്തൻ തൻ്റെ രക്ഷിതാവിൽ വിശ്വസിക്കുന്നുവോ അവൻ യാതൊരു നഷ്ടത്തെയും അനീതിയെയും പറ്റി ഭയക്കേണ്ടി വരില്ല. وَأَنَّا مِنَّا الْمُسْلِمُونَ وَمِنَّا الْقَاسِطُونَ فَمَنْ أَسْلَمَ فَأُولَٰئِكَ تَحَرَّوْا رَشَدًا. ഞങ്ങളുടെ കൂട്ടത്തിൽ കീഴ്പ്പെട്ട് ജീവിക്കുന്നവരുണ്ട്, അനീതി പ്രവർത്തിക്കുന്നവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ആർ കീഴ്പ്പെട്ടിരിക്കുന്നുവോ അത്തരക്കാർ സന്മാർഗം അവലംബിച്ചിരിക്കുന്നു. വഅമ്മൽ ഖാസിത്തൂന ഫകാനൂ ലിജഹന്നമ ഹതബാ. അനീതി പ്രവർത്തിച്ചവരാകട്ടെ നരകത്തിനുള്ള വിറകായി തീരുന്നതാണ് എന്നും അവർ പറഞ്ഞു.
പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആയത്തുകളിൽ പ്രവാചകൻ്റെ ഖുർആൻ സദസ്സിൽ ഒരു കൂട്ടം ജിന്നുകൾ സശ്രദ്ധം കേൾക്കുകയും അതിൻ്റെ ആശയങ്ങൾ അവരുടെ സമൂഹത്തിൽ പോയി അറിയിക്കുകയും ചെയ്ത ചില 5 കാര്യങ്ങൾ, 5 വൃത്താന്തങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന അള്ളാഹുവിൻ്റെ കലാമാണെന്നും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് ഒരിക്കലും തന്നെ ഞങ്ങൾ അള്ളാഹുവിൽ പങ്കുചേർക്കുകയേയില്ല എന്നുള്ളതാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കണം. അവന് കുടുംബമോ സന്താനങ്ങളോ ഇല്ല എന്ന കാര്യവും ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽ വിവരമില്ലാത്ത ചില ആളുകൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ പറയുന്നവരാണ്. മറ്റൊന്ന്, അള്ളാഹു മരണശേഷം ഞങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയില്ല എന്ന വാദം വെച്ച് പുലർത്തുന്നവരാണ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറ്റാൻ പ്രവാചകൻ്റെ സദസ്സിലുള്ള വിശുദ്ധ ഖുർആൻ്റെ പഠനം ഞങ്ങളെ സഹായിച്ചു എന്നാണ് കഴിഞ്ഞ 7 ആയത്തുകളിലായി ജിന്നുകൾ അവരുടെ സമൂഹത്തിൽ പോയി ഉണർത്തിയത്. അതിൽ തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം, 6ാമതായി അവർ പറഞ്ഞത് ഭൂമിയിൽ നടക്കാനിരിക്കുന്ന പല അദൃശ്യ കാര്യങ്ങളും ചില ജിന്നുകൾ ചോർത്തിയെടുക്കുകയും വാനലോകത്ത് നിന്ന് പതിയിരിക്കുന്ന ചില സ്ഥലങ്ങളിൽ നിന്ന് ആ വാർത്തകൾ ചോർത്തിയെടുത്ത് തങ്ങളെ വശീകരിക്കുന്ന ചില മനുഷ്യർക്ക് കൊണ്ടുകൊടുക്കുകയും അവർ അത് സമൂഹത്തെ അറിയിക്കുകയും ചെയ്യുന്നു എന്ന് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ധാരണ ഉണ്ടായി. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോടുകൂടി അത്തരത്തിലുള്ള ഒരു തെറ്റായ വാർത്ത ഞങ്ങൾക്ക് ജനങ്ങളിൽ എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത് എന്ന് ജിന്നുകൾ അവരുടെ ഈ സംഭാഷണത്തിൽ ഇവിടെ അറിയിക്കുകയാണ്. പിശാചുക്കളെ സ്വാധീനിച്ച് ഭാവി പ്രവചനം നടത്തി ജനങ്ങളെ വഞ്ചിക്കുന്ന പുരോഹിതന്മാരും, അതുപോലെ തന്നെ ജിന്ന് ഇറക്കുക, ജിന്ന് ശരീരത്തിൽ കൂടുക, മാരണം ചെയ്യുന്നതിലൂടെ മറ്റുള്ളവർക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയുക തുടങ്ങിയ അന്ധവിശ്വാസങ്ങളെല്ലാം ഈ ഒരു ധാരണയിൽ നിന്ന് ഉടലെടുത്തതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ജിന്നുവർഗമാകട്ടെ മനുഷ്യവർഗമാകട്ടെ ഇരു കൂട്ടരെയും അല്ലാഹു തആല അവന് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി മാത്രമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നു. ഉമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനം ഇവിടെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയെ സംബന്ധിച്ചുള്ള അറിവ് ഈ 2 കൂട്ടർക്കും നൽകപ്പെട്ടിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ജിന്നുകൾ തങ്ങളുടെ സമൂഹത്തെ തെര്യപ്പെടുത്തി കൊടുക്കുന്ന വർത്തമാനമാണ് കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ കേട്ടത്. അതുപോലെ തന്നെ നല്ലവരും അല്ലാത്തവരുമായ ജിന്നുകളുണ്ട്. മനുഷ്യരുടെ കൂട്ടത്തിൽ നന്മ പ്രവർത്തിക്കുന്നവരും അല്ലാത്തവരും ഉള്ളതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിലും ഇരു വിഭാഗങ്ങളുമുണ്ട്. ഒരുപാട് ആശയധാരകളും ഒരുപാട് പ്രസ്ഥാനങ്ങളും ഒക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുമുണ്ട് എന്ന ഒരു വാദഗതി അവർ മുന്നോട്ട് വയ്ക്കുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അവരുടെ ധാരണകൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് വേണ്ടി മധ്യവർത്തികളെയും ശുപാർശകരെയും ഒക്കെ സ്വീകരിക്കുന്ന ഒരു നിലപാടിനെ സംബന്ധിച്ച് അവിടെ വിശദീകരിക്കുന്നുണ്ട്.
മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, അള്ളാഹുവിന് നൽകേണ്ട രൂപത്തിലുള്ള ആദരവും ഗാംഭീര്യവും നിങ്ങൾ എന്തുകൊണ്ട് നൽകുന്നില്ല എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ചോദ്യം യഥാർത്ഥത്തിൽ ഇവിടെ മനുഷ്യരെ പോലെ തന്നെ ജിന്നുകളും മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് നമ്മൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് മധ്യവർത്തികളെയും ശുപാർശകന്മാരെയും ഇടയാളന്മാരെയും ഒക്കെ സ്വീകരിക്കുക. ദിവ്യന്മാരും മൂർത്തികളുമൊക്കെ ഈ സഹായത്തിനായി അവരുടെ അടുക്കലേക്ക് വരിക. അതല്ലെങ്കിൽ മാമോദിസ മുക്കി അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി പുരോഹിതന്മാർ മധ്യവർത്തികളായി നിൽക്കുക. ഈ രൂപത്തിലെല്ലാം അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ അള്ളാഹുവിനെ ഏത് രൂപത്തിലാണ് മനസ്സിലാക്കേണ്ടത് എന്ന് അറിയാത്ത രൂപത്തിലുള്ള ചില സമീപനങ്ങൾ മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു പ്രഖ്യാപനം, സന്മാർഗം ഒന്നേയുള്ളൂ. അത് മനുഷ്യനാകട്ടെ ജിന്നിനാകട്ടെ രണ്ടു കൂട്ടർക്കും. മനുഷ്യരുടെ കൂട്ടത്തിൽ മുസ്ലിമായ ആളുകൾ, സാലിഹുകളായ ആളുകൾ ഉള്ളതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലും സാലിഹുകളായ ആളുകളുണ്ട്, അതല്ലാത്തവരുമുണ്ട് എന്ന ഉദ്ധരണി നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ ജിന്നുകളെ സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ, സത്യമായ വ്യക്തമായ ഒരു യാഥാർത്ഥ്യം ഈ ആയത്തുകളിലൂടെയെല്ലാം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അന്ന മിന്ന സ്വാലിഹൂനോ മിന്ന ദൂന ദാലിക് വഅന്ന ലനന്ന അല്ലൻ നുഅ്ജിസ അല്ലാഹ ഫിൽ അർദ്. ഭൂമിയിൽ അള്ളാഹുവിനെ ഞങ്ങൾക്ക് തോൽപ്പിക്കാനാവില്ല, അവനിൽ നിന്ന് ഓടി ഒളിക്കാനാവില്ല. ഒയ്ബിയായ വിശ്വാസത്തിൻ്റെ ഭാഗമെന്നുള്ള നിലയ്ക്ക് വിശുദ്ധ ഖുർആനിൻ്റെ സന്മാർഗം അവർക്ക് കേൾക്കേണ്ടി വന്നപ്പോൾ അതിൽ അവർ വിശ്വസിക്കുകയും തങ്ങളുടെ രക്ഷിതാവിൻ്റെ ഭാഗത്തു നിന്ന് വരാനിരിക്കുന്ന നഷ്ടത്തെയും അല്ലെങ്കിൽ നീതിയെയും അനീതിയെയും പറ്റി അവർക്ക് ഭയക്കേണ്ടി വരില്ല എന്നുള്ള ധാരണയും അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അമ്മൽ ഖാസിത്തൂന ഫകാനൂലി ജഹന്നമ ഹത്തവ. അപ്പം നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും നീതിന്യായ മാർഗങ്ങളിൽ നിന്ന് വ്യതിചലിച്ചവരും, ഈ രണ്ടു കൂട്ടരാണ് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ എത്തപ്പെടുക. അതുകൊണ്ട് തന്നെ ആരാണോ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിച്ചത് അത്തരക്കാർക്ക് അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന സൗഭാഗ്യങ്ങളും, ആരാണോ അനീതി പ്രവർത്തിച്ചവർ, വിശുദ്ധ ഖുർആന്റെ സന്മാർഗ പാതയിൽ നിന്ന് വ്യതിചലിച്ച് മുന്നോട്ട് പോയവർ നരകത്തിൻ്റെ വിറകുകളായി മാറുകയും ചെയ്യും എന്ന യാഥാർത്ഥ്യമാണ് വിശുദ്ധ ഖുർആൻ അവരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ വിജനമായ മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന ഒരാൾ അള്ളാഹുവിൻ്റെ അടിയാറുകളെ എന്നെ സഹായിക്കണം എന്ന് പറയുമ്പോൾ അത് അഭൗതികമായ അദൃശ്യമായ ഒരു ശക്തിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു വർഗത്തെ സംബന്ധിച്ചുള്ള ഒരു സൃഷ്ടി വിഭാഗത്തെ സംബന്ധിച്ച് നമുക്ക് അറിവ് കിട്ടിയത് തന്നെ വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. ഇത്തരത്തിൽ നബിയുടെ സദസ്സിൽ വന്ന് വിശുദ്ധ ഖുർആൻ കേട്ട് സന്മാർഗത്തിലേക്ക് ഞങ്ങൾക്കും സന്മാർഗത്തിലേക്ക് വരണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച ജിന്നുകളുടെ അഭിപ്രായം ഇവിടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും അറിയില്ലായിരുന്നു. അത്
വഹി വന്നതിന് ശേഷമാണ് നബി തിരുമേനി അറിയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിഭാഗം ആ സൃഷ്ടികളോട് നമ്മൾ നടത്തുന്ന ഏത് തരത്തിലുള്ള സഹായാഭ്യർത്ഥനയും ഇസ്തിഗാസയും തീർച്ചയായും അത് അള്ളാഹു വിലക്കിയിട്ടുള്ള ശിർക്കിൻ്റെ പാതയിലേക്ക് മാത്രമേ നമ്മളെ കൊണ്ടെത്തിക്കുകയുള്ളൂ എന്ന വസ്തുതയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ വക ആശയങ്ങളിൽ അഭിരമിക്കുന്നവർ അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിന് ഈ രൂപത്തിൽ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയും എന്ന് ആഗ്രഹിക്കുന്നവർ അജ്ഞാതമായ രൂപത്തിൽ വാർത്തകൾ അവർക്ക് കൊണ്ടുപോയി കൊടുക്കുകയും അത് മറ്റുള്ളവരോട് പറഞ്ഞ് അതിൽ നിന്ന് മുതലെടുക്കാനും സാമ്പത്തിക നേട്ടവും ആഗ്രഹിക്കുന്നവർ യഥാർത്ഥത്തിൽ ഇതെല്ലാം വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന ജിന്നുകളെ സംബന്ധിച്ചുള്ള ആദർശങ്ങൾക്ക് ഘടകവിരുദ്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് സൂറത്തുൽ ജിന്ന് നമ്മൾക്ക് നൽകുന്ന സന്ദേശം തീർച്ചയായും അള്ളാഹുവിന് പൂർണ്ണമായും കീഴ്പ്പെട്ട് അവൻ്റെ യഥാർത്ഥ അടിമയായി ജീവിക്കുവാനുള്ള ആഹ്വാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിൻ്റെ സർവശക്തനായ അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.